വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. വെൽക്കം ബാക്ക് എന്ന് ഇൻഫാക്ട് പറയണം, ബിക്കോസ് സെക്കൻഡ് ടൈം യു കമ്മിങ് അല്ലേ? ഓക്കെ. ഈ വൈഗ എന്താ സംഭവം? ശരിക്കും എൻ്റെ മോളുടെ പേരാണ്. എന്റെ മോളുടെ പേരും വൈഗ എന്നാ. ഞാൻ ഈ അടുത്ത സമയത്താണ് അറിഞ്ഞത്. എൻ്റെ ഇളയ മോളുടെ പേര് വേദ എന്നാണ്. ചേട്ടൻ്റെ വേദ. എന്റെ ഇളയ മോളുടെ പേര് വേദ എന്നാണ്. മൂത്ത മോളുടെ പേര് വൈഗ എന്നാണ്. അതെ അതെ, അതുപോലെ തന്നെയാണ്. ഞാൻ ഈ അടുത്ത സമയത്താണ് ഇത് മനസ്സിലാക്കിയത്. ഓക്കെ. അപ്പൊ എന്തായാലും പ്രതിഭേട്ടൻ എന്താണ് പെർഫോം ചെയ്യാൻ എത്തിയിരിക്കുന്നത്? ഞാനിന്ന് 2-3 ലൈവ് വോയിസും അതോടൊപ്പം ഒരു സ്പോട്ട് ഡബിങ് ഉണ്ട്. അപ്പൊ ആദ്യം എന്നാ ചെയ്യുന്നത്? സ്പോട്ട് ഡബിങ് ആണോ ചെയ്യുന്നത്? ആദ്യം നമുക്ക് ലൈവ് വോയിസ് ചെയ്തിട്ട് സ്പോട്ട് ഡബിങ്. ആയിക്കോട്ടെ, ശരി. ആദ്യമായിട്ട് മറ്റൊരു രാഷ്ട്രീയ നിരീക്ഷകന്റെ ശബ്ദമാണ്. അത് ജേക്കബ് ജോർജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാനൽ ചർച്ചകളിലൊക്കെ സ്ഥിരമായിട്ട് കാണാറുള്ള ജേക്കബ് ജോർജ് സാറിന്റെ ശബ്ദം. അപർണ, അൻവർ അദ്ദേഹം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു സാധാരണ കോണ്ടെക്സ്റ്റ് അല്ല. സാധാരണ നമ്മൾ പൊളിറ്റിക്കൽ ഡിസ്കഷൻ നടത്തുമ്പോഴുണ്ടാകുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമല്ല നമുക്കിവിടെ ഉള്ളത്. അതിഭീകരമായൊരു മഹാമാരി നമ്മളെ തുറച്ചു നോക്കുന്നു, മനുഷ്യരാശിയെ തുറച്ചു നോക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ എന്താണ് ഭരണപക്ഷത്തിൻ്റെ ദൗത്യം, എന്താണ് പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. സൂപ്പർ സൂപ്പർ സൂപ്പർ, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ലാലു അലക്സ് സാറിന്റെ ഒരു വോയിസ് കൂടെ ചെയ്തിട്ട് നമുക്ക് സ്പോട്ടിലേക്ക് പോകാം. ഓക്കെ, ശരി. എന്റെ പെങ്ങളുടെ സുഖവും ദുഃഖമൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ലറ. സുഖമായാലും ദുഃഖമായാലും അവൾ ഇവിടെ അനുഭവിക്കും. അതെല്ലാം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ഇവനുമായുള്ള വിവാഹം നിനക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ശേഖരൻകുട്ടിയെ കൊല്ലേണ്ടി വരും. നീ തന്നെ എന്നെ കൊല്ലണം. എന്നിട്ടിക്കണ്ട കാലമത്രയും ജയിലിലെണ്ണി കഴിയണപടാ. എന്നാലേ ഞാൻ അനുഭവിച്ചെന്താണെന്ന് എനിക്ക് മനസ്സിലാകൂ. താങ്ക് യു. നൈസ്, സൂപ്പർ. അപ്പൊ എന്തായാലും നമുക്കിനി സ്പോട്ട് ഡബിങ്ങും കൂടെ. ഉറപ്പായിട്ടും. ഓക്കെ, നമ്മുടെ സ്പോട്ട് അറിയാമല്ലോ, അവിടെ. എനിക്ക് എന്തെങ്കിലും പെശക സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ഏറ്റുപറയാനും ഒരു മടിയും ഇല്ലാത്ത ആളാണ് ഞാൻ. എന്നാൽ അങ്ങനെ സംഭവിക്കാത്തിടത്തോളം കാലം ഈ ലോകത്തിൽ എത്ര പ്രചണ്ഡമായ ആക്രമണം വന്നാലും 1 ഇഞ്ച് മാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ചവിട്ടി നിൽക്കാം, പക്ഷെ എൻ്റെ തലയിലായിരുന്നു. ഞാനത് വകവച്ചല്ലെന്നേ. ഇടതു മുന്നണിയായിട്ട് എനിക്ക് പണ്ടും തർക്കമൊന്നുമില്ല. പണ്ട് ഓരോ മന്ത്രി ഓരോ മുഖ്യമന്ത്രിയായിരുന്നു. ഇന്ന് കേരളത്തിൽ ഒറ്റ മുഖ്യമന്ത്രിയേ ഉള്ളൂ. എനിക്കൊരു ചുക്കും സംഭവിക്കില്ല. കാരണം ദേവൻ തമ്പുരാൻ എൻ്റെ കൂടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇലക്റ്റഡ് ബോഡിയാണ്. ഞാൻ കോഴിക്കോട് തെരഞ്ഞെടുപ്പിൽ ലോഡ് സെക്രട്ടറി ആയി 5 കൊല്ലം മുമ്പ്. ഞാൻ തണ്ടൊക്കെ പോയിട്ടിട്ട് വോട്ടെടുത്തിട്ടല്ലേ മുഖ്യമന്ത്രിയായി. ചേച്ചില്ല മനുഷ്യസ്നേഹി. മനുഷ്യസ്നേഹി എന്ന് പറയുമ്പോൾ ജാതി മത ചിന്തകൾക്കെല്ലാം അതീതമായി സഹോദരനും സഹോദരനും ഉണ്ടാകേണ്ട ബന്ധത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി സിയച്ചിന് ചില സമീപനമുണ്ട്. Only the parties and their lawyers are allowed to have access to information as per their law. They cannot state this to anybody. നന്നായിട്ടുണ്ടായിരുന്നു, മനോഹരമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2-3 തവണ ഇങ്ങനെ ഞെട്ടി നോക്കിയേ. ഇതിനി ശരിക്കും അത് ലിപ്സിംഗ് ആണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ലാത്ത സീനിൽ വരെയായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. ഞാൻ ഇങ്ങനെ ഞെട്ടിക്കുന്നവർക്കൊക്കെ ചിലപ്പം തിരിച്ച് പണി കൊടുക്കാറുണ്ട്. താര തിരുമറി ഒരു ഡയലോഗ് കേൾപ്പിക്കും. അതെങ്ങനെ ചേട്ടന് പെർഫോം ചെയ്യാൻ പറ്റും, അതായത് ഞാൻ പറയുന്ന വേറൊരു ആക്ടറിന്റെ വോയിസിലായിരിക്കണം അത് ഡയലോഗ് ഡെലിവറി ചെയ്യേണ്ടത്. ശ്രമിക്കാം. കേട്ടോക്കാം. ഓക്കെ, കേൾക്കാം. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാനം വെട്ടിപിടുങ്ങി ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ. ജസ്റ്റ് റിമെമ്പർ ദിസ് ഡയലോഗ്. ഓക്കെ, ഇത് പറഞ്ഞിരിക്കുന്ന ആരാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഇത് പറയേണ്ടത് അല്ലെങ്കിൽ ചേട്ടനെ എടുക്കേണ്ട സൗണ്ട് എന്ന് പറയുന്നത് KP ഉമ്മർ, നമ്മുടെ ഉമ്മർ സാറിന്റെ സൗണ്ടില്. ഞാൻ ശ്രമിക്കാം. ഓക്കെ, കേട്ടോക്കാം അല്ലേ? ശരി. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാനം വിട്ടുവിഴുങ്ങി ഏമ്പുക്കവും വിട്ട് ആസനത്തിൽ വാലും ചുരുട്ടി വച്ചിരിക്കുന്ന നിന്നെ പോലുള്ള സ്നോബുകൾക്ക് മാത്രമേ ഈ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഐ ആം KP ഉമ്മർ. അത് പൊളിച്ചു കേട്ടാ. താങ്ക് യു, ദാറ്റ് വാസ് വണ്ടർഫുൾ. ഈ ടാസ്ക് ഏറ്റെടുത്ത് നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തു. ഇനി നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം അല്ലെ, അവരുടെ കമന്റ്സ് ഒക്കെ. അപ്പൊ ഇക്ക, സ്റ്റാർട്ടിംഗ് ഫ്രം യു പ്ലീസ്. പ്രതിഭ നന്നായിരുന്നു. ചെയ്ത പെർഫോമൻസ് എല്ലാം നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്പോട്ട് ഡബ്ബായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് രാഷ്ട്രീയക്കാരുടെ ശബ്ദം അനുകരിക്കുക എന്ന് പറയുമ്പോൾ പലരും അനുകരിച്ച് കണ്ടിട്ടുണ്ട്. അതിൽ ചിരിച്ചു പോയത് കേക്കാരണി സാറിന്റെ അദ്ദേഹം പറയുന്ന ഇംഗ്ലീഷ് സ്പീച്ച് അത് കേട്ടപ്പോൾ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു.
എല്ലാം നന്നായിരുന്നു. നല്ല രസം. ഓക്കെ, താങ്ക് യു. പക്രു ചേട്ടാ? പ്രദീപ് വൈഗ യെസ്, ഗംഭീരായി, അടിപൊളിയായിരുന്നു. താങ്ക് യു. ചെയ്തതെല്ലാം ഒന്നിനൊന്നിനും വെച്ചായിരുന്നു. താങ്ക് യു ചേട്ടാ. ഇക്ക പറഞ്ഞ പോലെ തന്നെ ആ സ്പോട്ട് ഡബിങ് ആ സെക്ഷനിൽ കുറേ അങ്ങനെ എന്താ പറയുക, അധികം ആരെയും അനുകരിച്ചിട്ടില്ലാത്ത കുറേ അവതാരകരെയൊക്കെ അതെ. അവതരിപ്പിക്കാൻ പറ്റി. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് സ്വരാജ്, അദ്ദേഹത്തെയൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അനുകരിക്കുന്നത് കാണുന്നത്. താങ്ക് യു ചേട്ടാ. നല്ല രസമുണ്ടായിരുന്നു, നല്ല പഞ്ചുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ചേട്ടാ? നിങ്ങൾ ആ രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദമൊക്കെ എടുത്തതെന്ന് പറഞ്ഞാൽ കുറെ കാലമായിട്ട് കാണാതിരുന്ന വെച്ച കുറെ ശബ്ദങ്ങളായിരുന്നു. അത് ഭംഗിയായി. ഓക്കെ, താങ്ക് യു ധർമ്മൻ ചേട്ടാ.